ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ കേക്ക് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ഡെക്കറേഷൻസ് ആണ് കേട്ടോ ഈ ഒരു വ്ളോഗിലുള്ളത്. അപ്പോൾ നമുക്ക് എന്തെല്ലാം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ രാവിലെ തന്നെ ഞാനിതാ ഫോണ്ടൻ ഡെക്കറേഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെയിലിൽ വെച്ചിട്ടും ചെയ്യാം, ഡ്രൈ ആക്കി എടുക്കാം, അല്ല ഓവണിനകത്തും ചെയ്യാം കേട്ടോ. നല്ല വെയിലുള്ള സമയമാണെങ്കിൽ വെയിലത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി. പക്ഷേ ഓവർ ടൈം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊന്ന് ഫെയ്ഡായി പോകും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓവണിനകത്ത് വെച്ചിട്ടാണ് ഡ്രൈ ആക്കുന്നത്. അപ്പോൾ ഞാൻ തലേ ദിവസം കേക്ക് ചെയ്യുമ്പോൾ ഒരു സ്പഞ്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വർക്ക് വരുമ്പോൾ അതെടുത്ത് കൊടുക്കാൻ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അതാണ് താഴെ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഓവണിനകത്ത് ഞാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓവൺ ഓഫ് ആയതിന് ശേഷമേ വെച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. പിന്നെ ഞാനിവിടെ മിക്കി മൗസ് തീമിലാണ് ഈ ഒരു കേക്ക് ചെയ്യണത്. അപ്പോൾ ഇത് ടോൾ കേക്ക് 1 kg ആണ് കേട്ടോ. 5 ഇഞ്ചിൽ 2 ബേക്കിംഗ് ടിന്നിലായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ട സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും റെഡ് കളർ, ഡാർക്ക് റെഡ് കളർ എങ്ങനെ കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ മാജിക് കളേഴ്സിലുള്ള കളർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ വേറെ കളർ ആഡ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഐസിങ് ചെയ്ത് ഫൈനൽ കോട്ടിങ് ചെയ്തതിന് ശേഷം ലൈറ്റ് ഷെയ്ഡിലായിട്ട് ഫൈനൽ കോട്ടിങ് ചെയ്തു. അതിന് ശേഷം നല്ല ഡാർക്ക് കളർ വെച്ചിട്ട് വീണ്ടും ഒരു കോട്ടിങ് കൂടി കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബോർഡറായിട്ട് വൈറ്റ് കളറിൽ കൊടുത്തു, അത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ അതിൻ്റെ ശേഷം വേറൊരു ടോൾ കേക്ക് കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതും 5 ഇഞ്ചിൽ ചെയ്തിട്ടുള്ളതാണ്. 1 kg തന്നെയാണ് വെയിറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ 5 ഇഞ്ചിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള കേക്കാണ് നമുക്ക് കിട്ടുക കേട്ടോ, 1 kg. അപ്പോൾ 6 ലെയേഴ്സാണ് ടോട്ടലായിട്ട് ഇതിന് വരിക. പിന്നെ ഞാനിവിടെ ചെയ്യുന്നത് ബ്ലൂ കളറിലാണ് കേക്ക്. അപ്പോൾ ബ്ലൂ കളറിൽ വിപ്പിംഗ് ക്രീമിൽ കളർ ചേർത്തിട്ട് ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. ഒരുപാട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഈ ഇടയ്ക്ക് നമുക്കിങ്ങനെ കളറ് ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ പറയുക, ഒരു ലൈൻസ് ആയിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കൂടുതൽ മിക്സ് ചെയ്യാതെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് കണ്ടോ, ഐസിങ് ചെയ്യുമ്പോൾ ഒരു ലൈറ്റ് എന്താ പറയുക, ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ പാസ് ചെയ്യണ പോലെയല്ലേ, ഈ ഒരു രീതിയിൽ കിട്ടുക കേട്ടോ. അപ്പോൾ ഞാനിതിനെ ഒന്ന് ഷാർപ്പ് എഡ്ജെല്ലാം ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ചെറുതായിട്ടുള്ള ഡെക്കറേഷൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്പോഞ്ചിനകത്ത് ചെറുതായിട്ട് നമ്മൾ ഒരു കളർ മിക്സ് ചെയ്യുക. അതായത് ഞാനിവിടെ ഒരു വയലറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സ് ചെയ്തിട്ട് അതിൽ സ്പോഞ്ച് വിപ്പിംഗ് ക്രീമിലാണ് കേട്ടോ. സ്പോഞ്ച് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ കേക്കിന് ഇടയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഡിസൈൻ വരുത്തുക കേട്ടോ. അപ്പോൾ അതിൻ്റെ തന്നെ ഈ ഒരു ബ്ലൂ ഷെയ്ഡിൻ്റെ തന്നെ കുറച്ചുകൂടി ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ളതും കൂടി ഇതിനിടക്കായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്നും കൂടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഈ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നും കൂടി എന്താ പറയുക, സൈഡെല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് സിമ്പിൾ ഡെക്കറേഷനാണ് കേട്ടോ, ഫോണ്ടൻ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ബോൾസും ബട്ടർഫ്ലൈസും ആണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ അതിനിടയ്ക്കായിട്ട് തന്നെ സ്റ്റാർ നോസിലല്ല ഷെൽ നോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷൻ കൊടുത്തു. പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ബോൾസാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഈ ഒരു നോസിലിൻ്റെ ഡെക്കറേഷൻ ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഒരുപാട് ഡിസൈൻ ഈ ഒരു നോസിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ കേക്കിലാണ് മെയിനായിട്ട് ചെയ്യാറുള്ളത് കേട്ടോ. ഇത് ഷെൽ നോസിലാണ്. ഷെൽ നോസിൽ കുറച്ചുകൂടി വലിയ നോസിലാണ് കേട്ടത്. അപ്പോൾ ഈ ഒരു കേക്കിന് മാച്ചായിട്ട് തന്നെ പിങ്കും ബ്ലൂവും ഷെയ്ഡിലാണ് ഇതിന് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ വൈറ്റും ഗോൾഡൻ കളറും കൂടി മിക്സഡ് ആയിട്ടുള്ള ബോൾസാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതാ കുറച്ച് പേപ്പർ ബട്ടർഫ്ലൈ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ ബട്ടർഫ്ലൈ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടോപ്പിലായിട്ട് ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ഡെക്കറേഷനാണ്, കാണാനൊരു വെറൈറ്റി ലുക്കും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ ഫോണ്ടൻ്റ് ഡെക്കറേഷൻസ് ഒന്നും ആഡ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ചെയ്ത് വെക്കാം ഫ്രിഡ്ജിൽ കേട്ടോ. ഫോണ്ടൻ്റ് ആണെങ്കിൽ നമ്മൾ ഡെലിവറി ടൈമിൽ വെക്കാവുള്ളൂ. പിന്നെ ഞാനിവിടെ 1 kg ഒരു 7 ഇഞ്ച് ചെയ്തിട്ടുള്ള കേക്കാണിത്. 1 kg നോർമൽ വാനില ഫ്ലേവറാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത്. ഇതിനും നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള സെയിം ഷെൽ നോസിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടി വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസൈൻ എല്ലാം ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. സെൻട്രലായിട്ട് ഫോണ്ടൻ്റിൽ നെയിം എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സെൻട്രൽ ടോപ്പിലായിട്ടൊക്കെ വെക്കണ ഫോണ്ടൻ്റ് നെയിം എഴുതാനുള്ള ഫോണ്ടൻ്റ് ഒന്നും നമ്മൾ ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ഒലിച്ച് ഇറങ്ങി പോകാനൊന്നുമില്ലല്ലോ, അവിടെ ടോപ്പിൽ തന്നെ ഇരിക്കല്ലേ. അപ്പോൾ പരത്തിയിട്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിൽ നെയിം എഴുതിയിട്ട്
അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ കളറിലുള്ളതാണ് കേട്ടോ. സിമ്പിൾ ഡെക്കറേഷനാണ്. വാനില കേക്കെല്ലാം ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഡെക്കറേഷൻസൊക്കെ ചെയ്താൽ കാണാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഒരു ബോർഡർ താഴെ കൊടുക്കട്ടെ. ഞാൻ ഇതിനത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ ഡെക്കറേഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ് കളർ മിക്കി മൗസ് തീമാണ്. അപ്പോൾ അതിൽ ഫോണ്ടൻ ഡെക്കറേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഡെലിവറി ടൈമിലാണ് കേട്ടോ അത് വെച്ച് കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ ഫസ്റ്റായിട്ട് കൊടുക്കാനുള്ളത് നമുക്ക് ഈ ഒരു ഫോണ്ടൻ്റ് വന്നിട്ടുള്ള മിക്കി മൗസ് തീമാണ്. അപ്പോൾ 3rd ബർത്ത്ഡേ ആണ്. അപ്പോൾ 3 എന്നുള്ളത് കൊടുത്തു. പിന്നെ വൈറ്റ് കളറിലുള്ള ഫോണ്ടൻ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോല് വൈറ്റ് ഡോട്ട് വന്നിട്ടുള്ളതും ഫോണ്ടൻ്റ് വൈറ്റ് ഫോണ്ടൻ്റ് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ചെവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് സിമ്പിൾ ഡെക്കറേഷൻ. പിന്നെ അതാ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡെലിവറി ചെയ്യാണ്. അപ്പോൾ രാവിലെ ഹസ്ബൻഡ് ഷോപ്പിൽ പോണ സമയത്ത് തന്നെ ഇത് കൊടുക്കണം കേട്ടോ. ജോലിക്ക് പോണ ടൈമിൽ കൊടുത്തിട്ട് പോവുകയാണ്. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ പിന്നെ വൈകിട്ട് ഡെലിവറി ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് വൈകിട്ടേ കൊടുക്കുള്ളൂ. അതിലൊന്നും ഫോണ്ടൻ ഡെക്കറേഷൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ തന്നെ ചെയ്തു വെക്കാം. ഇപ്പോൾ ഒരു ജോലിക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു വ്ളോഗാണ്. ഞാൻ കുറച്ച് ദിവസമായി വ്ളോഗെല്ലാം ഇട്ടിട്ട്, അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വ്ളോഗായിട്ട് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇതെല്ലാം നല്ല സിമ്പിൾ ഡെക്കറേഷൻസാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ബിഗിനേഴ്സിനും ചെയ്യാൻ കഴിയും കേട്ടോ ഈ ഒരു ഡെക്കറേഷൻസ് എല്ലാം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. പുതിയ പുതിയ കേക്കിൻ്റെ ഫോട്ടോസും റീൽസും എല്ലാം ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. സ്റ്റോറി ആയിട്ട് പുതിയ മോഡൽസ് കേക്കുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ഫോളോ ചെയ്താൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും റെസിപ്പീസും എല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക്